ഹായ് ഫ്രണ്ട്സ്, മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് നല്ലൊരു മെഴുക്കുരട്ടി കേട്ടോ, പാവയ്ക്ക കൊണ്ട്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാൽ അറിയാത്തവരുണ്ട് കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാവയ്ക്കെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പ് വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ചിലർ പക്ഷേ അങ്ങനെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ ഉപ്പ് വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല, അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ എണ്ണ ചൂടായി കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കും. ഇത് ഒരുപാട് മൂക്കയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇട്ട് ഒന്ന് വഴറ്റി അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഉണക്കമുളകും കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഈ തേങ്ങാക്കൊത്ത് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വെക്കുവാണെങ്കിൽ വലിയ കയ്പൊന്നും, പാവയ്ക്കൊക്കെ എന്തായാലും കയ്പ് കാണും, എന്നാലും ഓവർ കയ്പ് കാണത്തില്ല കേട്ടോ. നല്ല രുചിയായി, നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. നമ്മൾ ഈ തേങ്ങാക്കൊത്തും ഈ പാവയ്ക്കയും ഉണക്കമുളകും ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഉള്ള ഒരു ഇതുണ്ട്. മക്കൾക്ക്, കൊച്ചു പിള്ളേർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല, വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പി തന്നെയാണ്. ഇപ്പോൾ ഞാൻ കറി ലീഫെല്ലാം ഇട്ടതിന് ശേഷം ഒരു സവാള അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല കറി എന്ന് പറയുന്നത് മോര് കാച്ചിയതാണ് കേട്ടോ. പുളിയുള്ള മോര് കാച്ചിയതിൻ്റെ കൂടെ നിങ്ങൾ ഈ പാവയ്ക്ക മെഴുക്കുവരട്ടി വെച്ച് കഴിച്ച് നോക്കുക, അടിപൊളി ടേസ്റ്റ്. വേറെ കറികളൊന്നും ഇതിന് വേണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാനിതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് ഒന്ന് പാവയ്ക്കെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ തേങ്ങാക്കൊത്ത് ഈ പാവയ്ക്കെല്ലാം മൂത്ത് കിട്ടുന്നതിനൊപ്പം തന്നെ തേങ്ങയും ഒരുവിധം നല്ലപോലെ മൂത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും കഴിക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ 4 പച്ചമുളക് എരിവിനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പാവയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് വരട്ടി ഒത്തിരി അടച്ചു വെച്ച് വേവിക്കുകയാണ്, വെന്ത് കുഴഞ്ഞ് വേറൊരു ടേസ്റ്റിലായിട്ട് പോകും കേട്ടോ. പക്ഷെ നമ്മളിങ്ങനെ ഒന്ന് മുരിച്ചെടുക്കുന്ന രൂപത്തിൽ എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഏകദേശം നല്ല പരുവായി എല്ലാം ഒന്ന് ചുമന്നൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാകുമ്പോൾ കയ്പൊന്നും കാണത്തുമില്ല, നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കൊന്നും അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വളരെ ഉപകാരപ്രദമാണ്. അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകാതിരിക്കുക. ഇപ്പോൾ നമ്മുടെ പാവയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, കാണാനും അതിമനോഹരം, കഴിക്കാനും സൂപ്പറായിട്ടുള്ള പാവയ്ക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബായ്.